ട്രെയിനിൽ ടി.ടി.ഇക്ക് നേരെയുള്ള ആക്രമണം തുടർക്കഥയാകുന്നു. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിലും ചെന്നൈ മെയിലിലും ടി.ടി.മാർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന പരാതി. 3 പേരെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റില്ലാത്ത യാത്ര ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. വടകര കഴിഞ്ഞപ്പോൾ ഒരു ആള് S4 കോച്ചിലുണ്ടായിരുന്നു. ആളുടെ ട്രാവലിംഗ് അതോറിറ്റി ചോദിച്ചൊരാൾ കാണിച്ചില്ല. അപ്പോ ആ ബർത്തിലെ ആള് വന്നിട്ട് എണീറ്റ് മാറുന്നില്ലായിരുന്നു. ലാസ്റ്റ് എണീറ്റ് മാറാൻ പറഞ്ഞ് കുറച്ച് ഇതായപ്പോഴത്തേനും ആളെ എന്നെ പിടിച്ച് തള്ളി. ഞാൻ പിന്നെ അപ്പൊ തന്നെ RPF അറ്റൻഷൻ കാലിക്കറ്റ് പറഞ്ഞു. ആളെ കാലിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എപ്പോഴായിരുന്നു ഈ സംഭവം? പിന്നീട് അതിന്റെ തുടർ നടപടികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രെയിനിൽ ടി.ടി.മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. മംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ചെന്നൈ മെയിലിൽ വെച്ച് ഇന്നലെ വൈകിട്ട് വടകരയ്ക്കടുത്താണ് ഈ സംഭവം. വനിതാ ടി.ടി.ആയ ആർദ്ര അനിൽകുമാറിന് നേരെയാണ് യാത്രക്കാരൻ ഇത്തരത്തിൽ പ്രകോപിച്ച് ആക്രമണം നടത്തിയത്. ജനറൽ കോച്ചിലായിരുന്നു യാത്ര ചെയ്യാനുള്ള ടിക്കറ്റാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്നത്. പക്ഷേ ഇയാൾ കയറിയത് S4 കോച്ചിലാണ്. S4 കോച്ചിൽ 68-ാം നമ്പർ സീറ്റിൽ ഇയാൾ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ടി.ടി വന്ന് ഇദ്ദേഹത്തോട് ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്കുള്ള ടിക്കറ്റ് ചോദിക്കുന്നത്. പക്ഷേ അയാളുടെ കൈവശം റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്കുള്ള ടിക്കറ്റ് ഇല്ലായിരുന്നു. ഈ ചോദ്യത്തിലുള്ള പ്രകോപനം കാരണം ഇയാൾ ഈ ടി.ടിയെ പിടിച്ചു തള്ളുന്നു. ടി.ടി താഴെ വീഴാൻ പോകുന്നു. അങ്ങനെയാണ് ഇയാൾ ഇത്തരത്തിലൊരു ആക്രമണം ടി.ടിക്ക് നേരെ നടത്തിയത്. തുടർന്ന് ഇയാളെ കോഴിക്കോട് എത്തി അവിടെ വെച്ച് RPF ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡമാൻ സ്വദേശിയായ മധുസൂദനൻ നായർ, ഇതാണ് ഇയാളുടെ വിശദവിവരങ്ങൾ. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വേണു, ശരി. 2 ട്രെയിനുകളിലെ ടി.ടി.മാർക്ക് നേരെ ആക്രമണം. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.